ഇത് MX-30 €40,000 ആണ്. 40,500 വരും ഏകദേശം. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 36 ലക്ഷം രൂപ. 36 ലക്ഷം രൂപ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും ഗമണ്ട വണ്ടിയാണ് കേട്ടോ. ഏകദേശം 40,000 എന്ന് പറയുമ്പോൾ തന്നെ പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് എല്ലാം കൂടി €44,000 ആണ് കോസ്റ്റ് കേട്ടോ. ഒരു 38 ലക്ഷം രൂപ വണ്ടി ഇപ്പോൾ ഒരു €40,000 ഹൗസ് പ്രൈസിന് നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പോകുന്നത്. ഇത് മസ്തയാണ്, മസ്ത MX-30 ആണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 82 PS 229 ക്യൂബിക്കാണ്. മസ്ത MX-30 ഈ സ്കൈ ആക്റ്റീവ് ഇലക്ട്രിക്കൽ വെഹിക്കിളാണ്. ഇതിൻ്റെ ഒരു ലുക്ക് കണ്ടോണേ. ഇതിൻ്റെ ഒരു ഡോർ ഓപ്പണിങ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. അതായത് ഇതിൻ്റെ സെൻറ്ററിലൊരു ബീമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് തുറന്നതിന് ശേഷമേ ഇതുണ്ടോ, ഇതങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ 2 ഡോർ ഇങ്ങനെ കുഞ്ഞ് റോഡ് സർവീസൊക്കെ തുറക്കുന്ന എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക് വെഹിക്കിൾ. ഞാനൊരു MX-5 ഇങ്ങനെ ചുമ്മാ എപ്പോഴും കാണാൻ വേണ്ടി വരും. അതിനകത്ത് ചുമ്മാ ഒന്ന് കയറിയിരിക്കാനൊക്കെ വരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ. അങ്ങനെ മസ്തയുടെ ഷോറൂമിൽ നിന്ന് വന്നതാണ്. എനിക്ക് MX-5 ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കുഞ്ഞ് ഡോർ കണ്ടോ, സെറ്റല്ലേ. ഒരു കൊച്ചു ഡോറുണ്ടോ, ഒരു കൊച്ചു ഡോറാണ് ഞാൻ പറഞ്ഞത്. ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ തരാം കേട്ടോ. ഇതിൻ്റെ ട്രിംസൊക്കെ നന്നായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ട്രിംസ്. എല്ലാം ഇലക്ട്രിക് ആയിട്ടുള്ള കേട്ടോ. ടയോട്ടയാണ് അതേ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയർ കേട്ടോ. ടയോട്ടയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അതൊക്കെ ടയോട്ടയുടെ തന്നെയാണ്. സീറ്റൊക്കെ കണ്ടിട്ട് ഏകദേശം അത് കണക്ക് തന്നെ. മസ്ത് കൊള്ളാം കേട്ടോ. ഇലക്ട്രിക് വെഹിക്കിൾ നല്ല ഡിസൈനാണ് കേട്ടോ. ഇലക്ട്രിക്കൽ വെഹിക്കിളാണ് പ്ലഗിന്. അങ്ങനെ മസ്തയുടെ ഷോപ്പാണ് കേട്ടോ. നമ്മളിവിടെ ഒരു ഹ്യൂണ്ടയുടെ വേറൊരു വണ്ടി കൂടി കാണിച്ചു തരാം. ഇത് നമുക്ക് ടോയ് ചെയ്യാനുള്ളതാണ് കേട്ടോ. വണ്ടിക്ക് ടോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാർസുകൾ കാര്യങ്ങൾ കണ്ടോ. ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വിലയൊക്കെ നല്ല ഉണ്ടാവും. ഹ്യൂണ്ടയുടെ ഈ ഒരു വണ്ടി ഉണ്ട്, അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാവും കിടക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിളാണ് കേട്ടോ. ആണോ നോക്കട്ടെ, അതുകൊണ്ട് ചെക്ക് ചെയ്യട്ടെ. ഇത് ഹ്യൂണ്ടയുടെ ഡിസൈനാണ്. ഇന്ന് കണ്ട ഈ ഒരു ബെൻസിൻ്റെ വില എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, 2018 മോഡല് 93,000 കിലോമീറ്റർ ഓടി, 94,000 കൂട്ടിക്കാം. 2018 മോഡലിൻ്റെ വിലയാണ് 18,000, 19,000 യൂറോ കൂട്ടിക്കും. 19,000 യൂറോ പോലും വാങ്ങുന്നില്ല, 18,500. ഏകദേശം 17 ലക്ഷം രൂപ വിലയാണ് ഇതിന് കേട്ടോ. അതായത് 2018 മോഡലാണ്. ഇതിൻ്റെ ഒരു വണ്ടിയുടെ വലിപ്പം കണ്ടോ, വലിയ വണ്ടിയാണ് കേട്ടോ. നീറ്റ് വണ്ടിയാണ്. പക്ഷേ എങ്കിൽ അതൊന്നും അറിയാൻ ഏത് ക്ലാസ്സാണെന്നുള്ളത് ബാക്കിലുള്ള എല്ലാവരും ഇളക്കി കളയും കേട്ടോ. പക്ഷേ 2 ഡോറാണ്, ബാക്കിൽ 4 സീറ്റാണ് കേട്ടോ. ഷോട്ടൊക്കെ എല്ലാം ചീപ്പ് വിലയൊക്കെയാണ് കിടക്കുന്നത്. നമുക്കിവിടെ സ്കോഡ റാപ്പിഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സ്റ്റേഷൻ വാഗൺ. ഹലോ, സ്കോഡ റാപ്പിഡിൻ്റെ വില ഉണ്ടോ? ഏകദേശം ഒരു 10 ലക്ഷം രൂപ റാപ്പിഡിന്. 2018 മോഡലിന് 10 ലക്ഷം രൂപ. ഓഡിയുടെ വില ആണോ? ഈ ഒരു ഓഡി ഹാഷ് ബാക്കിൻ്റെ വില എന്ന് പറയുന്നത് 18 ലക്ഷം രൂപ. 2021 മോഡൽ 13,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 18 ലക്ഷം രൂപ അത്ര ഏകദേശം. അങ്ങനെയാണ് നമ്മളിത് നടക്കുന്ന വണ്ടികൾ. പുതിയ വണ്ടിയും കിടപ്പുണ്ട്. DS എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടിയാണ്. DS നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 9 ലക്ഷം രൂപ. 2018 മോഡലാണ്. 2018 മോഡലാണ്. അവർ കുറേ ആൾട്രേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. 18 മോഡൽ 1,13,541 കിലോമീറ്റർ ഓടിയ വണ്ടി, 10,000 യൂറോ. സ്റ്റിൽ വിലയുണ്ട് മാർക്കറ്റ്. ഈ ഓടിയുടെ വില ഉണ്ടോ? ഈ ഓടി ഫുൾ സ്റ്റേഷൻ വാഗൻ്റെ വില 25,000 യൂറോ, 25,990 യൂറോ. 2018 88,000 കിലോമീറ്റർ പെട്രോള്. സെറ്റ് വണ്ടി അല്ലേ?
അതായത് സ്കോഡ ഒക്ടാവിയയുടെ സെയിം വണ്ടിയാണ് കേട്ടോ ഇത്. ദിസ് ഈസ് സിട്രോൺ C1. സിട്രോൺ C1ൻ്റെ ബോഡി ഉണ്ടോ, കണ്ടില്ലേ? ഈ ഒരു ബാക്കിലത്തെ ഈ ഒരു പീസിൽ, അപ്പോൾ ഈ ഒരു ബാക്കിലത്തെ ട്രിമ്മിന് മാത്രം ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. ബാക്കി സെയിം എല്ലാം ടയോട്ടയുടെ ഗ്ലാസ്സാണ് കേട്ടോ. എല്ലാം ടയോട്ടയുടെ സെയിം സാധനം തന്നെയാണ്. ബമ്പറിൻ്റെ സ്ട്രക്ചറിലും കുറച്ച് ഓൾട്രേഷൻ വരുത്തി, മനസ്സിലായില്ലേ? ബാക്കി എല്ലാം ടയോട്ട കണക്ക് തന്നെയാണ്. ടയോട്ടയുടെ ഐഗോ കണക്ക് തന്നെയാണ്. എന്താ സിട്രോൺ C1 ആണ് അതല്ല. എൻ്റെ ബാക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ ഷേപ്പിനകത്ത് വ്യത്യാസം വരുത്തുന്നുണ്ട്. ഫ്രണ്ട് ഡോർ രണ്ടും ടയോട്ടയുടെ സെയിം തന്നെയാണ് കേട്ടോ. ബാക്ക് സീറ്റ് സെയിം ടയോട്ട ഐഗോടെ സെയിം ടയോട്ട തന്നെയാണ് ഫ്രണ്ട് സീറ്റ്. ഗിയർ നോബൊക്കെ വ്യത്യാസമുണ്ട്. സ്റ്റിയറിങ്ങിനകത്ത് കണ്ടില്ലേ, സ്റ്റിയറിങ്ങിനകത്ത് സിട്രോണിൻ്റെ ലോഗോ വരുന്നുണ്ട്. ബാക്കി കൺസോളുകളെല്ലാം സെയിം ആണ് കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് ബേസ് മോഡൽ, റേഡിയോ പാക്കറ്റ് മേളിലുള്ള മോഡൽ. അപ്പോൾ ഇതിൽ ഭയങ്കര വില കൂടുതൽ സിട്രോണിൽ. ടയോട്ടയിൽ ഇതേ സെയിം വെഹിക്കിൾ കുറച്ചുകൂടി കോസ്റ്റ് കുറഞ്ഞു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വേണ്ട, ഫ്രണ്ടിലത്തെ അടപ്പെന്ന് പറഞ്ഞത് എക്സാക്ട്ലി സെയിം. ഫ്രണ്ടിലത്തെ അടപ്പുകളെല്ലാം എക്സാക്ട്ലി സെയിം. ദെൻ ഗ്രില്ല് മാത്രം വ്യത്യാസം നോക്കണേ. അപ്പോൾ ഗ്രില്ല് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സിട്രോൺ ആണോ അതോ ടയോട്ട ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം DRL എല്ലാം കേട്ടോ, സിട്രോണിൻ്റെ അല്ലോ ഇത് കേട്ടോ. ഇതൊരു ഫിയറ്റിൻ്റെ 500ൻ്റെ ഏകദേശം ലുക്കാണ് കേട്ടോ ഫ്രണ്ട് വരുന്നത്. വേറെ കാര്യം പറട്ടെ, ഇതിന് ഒരു പ്രത്യേകത നിറഞ്ഞ ഒന്ന് രണ്ടാണ് കേട്ടോ. 2 HRI ലാംപ്സാണ് ഉള്ളത് കേട്ടോ. അതായത് എന്താ പറഞ്ഞാൽ ഡ്യുവൽ, അതായത് ബ്രൈറ്റും ഡിമ്മും വരുന്ന സിംഗിൾ ഫോഗ് ഇതല്ല വരുന്നത് കേട്ടോ. ഇത് ഡ്യുവൽ HRI ലാംപ്സാണ് വരുന്നത്. ഇതിനകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള HRI 2 ബൾബ്സുകളാണ് വരുന്നത് കേട്ടോ. അങ്ങനത്തെ സെറ്റപ്പ് അത്. നമ്മുടേത് ഒറ്റ ഇതേ ഉള്ളൂ, എന്താ പറയുന്നത്, ഒറ്റ പ്രൊജക്ടറേ ഉള്ളൂ ആണെങ്കിൽ. പക്ഷേ എന്താ പറയുക, HRIയുടേത് ബ്രൈറ്റും ഡിമ്മും വരുന്ന ടൈപ്പ് ബൾബ്സ് ആയിട്ടിരിക്കുന്നത്. സെയിം പ്ലാറ്റ്ഫോം, സെയിം വണ്ടി കേട്ടോ. ഫ്രണ്ടിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കിവിടെ ഒരു സെറ്റിങ്സ് ഇതുണ്ട്. ഇവിടെ ഒരു കവർ വന്നിട്ടുണ്ട്. അതിന് വരെ ഇവിടെ ആയിരിക്കും പ്ലാസ്റ്റിക് ട്രിം കൊടുത്തിരിക്കുകയാണ് മൊത്തത്തിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്നായിരുന്നു. ഞാൻ ഇനിയിപ്പോൾ ഐഗോ കാണിക്കാം, അപ്പോൾ അതോട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ജർമ്മനിയിൽ ഞാൻ ഒരു വണ്ടിക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. അല്ലേ, ഫോക്സ്വാഗൻ്റെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ, 2 ഡോർ വണ്ടി. അതൊക്കെ നല്ല പ്രൈസാവും. നോക്കാം, നമുക്ക് ജസ്റ്റ് നോക്കാം പ്രൈസ് എത്രയാണ്. ഇത് MII ആണ് കേട്ടോ. ഈ MII എന്ന് പറയുന്നത് സിയറ്റിൻ്റെ ആണ്. ചില സമയത്ത് ഇത് പെട്രോളിൻ്റെ കിട്ടും, ചില സമയത്ത് അത് കാരണം സെയിം വണ്ടിയാണ്. നമുക്ക് നോക്കാം. ഇത് ആണ്ടേ 53,683 കിലോമീറ്റർ ഓടിയ വണ്ടി, 999 cc. വില ഉണ്ടോ നിങ്ങൾ? 9,980 യൂറോ. 10,000 യൂറോ കൂട്ടിക്കോ, 10,000 യൂറോ. ഏത് മുതൽ 2020. സെയിം ഫോക്സ്വാഗൻ്റെ സിയറ്റ്, ആ ഫോക്സ്വാഗൻ്റെ വണ്ടി തന്നെയാണ് സിയറ്റിൽ വരുന്നത്. സെയിം വണ്ടി ഒരെണ്ണം കൂടി കിടപ്പുണ്ട്. അതിനൊക്കെ ബാക്കൊക്കെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, കുറച്ച് സ്പേഷ്യസ് ആണ് കേട്ടോ. അല്ല അത്രയ്ക്ക് സ്പേഷ്യസ് ഒന്നുമില്ല, ഗ്ലാസ് വലിപ്പമുണ്ട് കേട്ടോ, അതാണ് കേട്ടോ. ഇതെല്ലാം ഐഗോ ആയിരുന്നു. ഇത് 9,870 കേട്ടോ. ഇത് 65,000 കിലോമീറ്റർ ഓടിയത്. 2019 മോഡലിന് 9,870 കേട്ടോ. ഇതൊക്കെ 3 സിലിണ്ടർ എഞ്ചിൻ അടിക്കുന്നത് കേട്ടോ. 999 cc ആണെന്ന് തോന്നുന്നു. 75 PS വണ്ടി അതല്ല. ഡയറക്റ്റ് ഫോക്സ്വാഗൻ ബ്രാൻഡിലോട്ട് നോക്കുമ്പോൾ എത്രയാണെന്ന് നോക്കാം. പക്ഷേ ഇത് നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഫോക്സ്വാഗൻ്റെ നീറ്റ് വണ്ടി. അപ്പ് കേട്ടോ, അപ്പ് നീറ്റ് വണ്ടി ഒരെണ്ണം കിടക്കുന്നു. 14,890 അത്ര. 40,000 കിലോമീറ്റർ. 2018 GTI മോഡൽ കേട്ടോ. 15,000 യൂറോ കൂട്ടിക്കോ. 40,000 കിലോമീറ്റർ കൂടി. ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് ഉണ്ടോ നിങ്ങളെ? ഇതിൻ്റെ മാർക്കറ്റ് ഉണ്ടോ? 15,000. 2018 മോഡൽ വണ്ടിയാണേ. ഇതിന് സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. അതേസമയം നമുക്ക് വേറൊരു ബ്രാൻഡിൻ്റെ എടുത്ത് നോക്കിയാണല്ലോ, അതിൽ വില കുറവാണ്. ഇവിടെ ഒറ്റ ടയോട്ട കാണുന്നില്ല കേട്ടോ. ഐഗോയെ കാണുന്ന ടയോട്ട ഐഗോ ആരും കൊടുക്കത്തില്ല കയ്യിലുണ്ടെങ്കിൽ. ഭയങ്കര മാർക്കറ്റാണ് അതിന് കേട്ടോ. അത് കാരണമായിട്ട് ഇവിടെ ജസ്റ്റ് നമുക്കൊരു BMW കിടക്കുന്നു. നമുക്ക് BMW ഒന്ന് നോക്കാം. ഈ ജസ്റ്റ്
E1 ID ഇതേത് മോഡലാണ് 43,000 കിലോമീറ്റർ 43,951 കിലോമീറ്റർ ഓടി 2020 മോഡൽ വണ്ടിക്ക് 21,790 യൂറോ അല്ലാണ്ടോ 2020 മോഡലിനാണ്. ഏകദേശം 18 ലക്ഷം രൂപ. 2018 ലക്ഷം രൂപ 19 ലക്ഷം രൂപ പോലും ഇല്ല. അങ്ങനെയാണ് സംഭവങ്ങൾ ഇവിടുത്തെ. ഇതും കൊള്ളാമല്ലേ. കാങ്കു 15,880 കിടക്കും. അടിപൊളി വണ്ടി. 165 രൂപയേ ഉള്ളൂ ഒരു തട വരുത്തോട്. ഫിനാൻസ് തരുവാണെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺസ് ഒക്കെ ഉണ്ട്. നല്ല വണ്ടിയാണ് പോകുന്നത്. 7 സീറ്റർ കിടപ്പില്ലെന്ന് തോന്നുന്നു. കാങ്കുവിൻ്റെ പക്ഷേ 7 സീറ്റർ ആക്കാൻ പറ്റിയ വണ്ടി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 5 സീറ്റർ വേണം കേട്ടോ ഇത്. നോക്കട്ടെ.